ഇഫ്താറൊക്കെ കെട്ടക്കെട്ടൊരു കിടിലായിട്ട് ഒരു ചോക്ലേറ്റ് സ്റ്റഫ്ഡ് ഡേറ്റ്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടത്. ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 70% കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, വിത്തൗട്ട് ഷുഗർ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഷുഗർ ഒട്ടും ഇല്ലാത്ത ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അത് വളരെയധികം നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റ്. അങ്ങനെ കഴിക്കുമ്പം ഹെൽത്തിയസ്റ്റ് വേയിൽ കഴിക്കാം. അപ്പോൾ ഷുഗർ കട്ടൊക്കെ ചെയ്യുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ബെറ്റർ വേ ആണ്. അപ്പോൾ ഞാനിവിടെ കുരു കളഞ്ഞിട്ട് ഡേറ്റ്സിൻ്റെ ഉള്ളിലേക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. വോട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ബദാം വേണ്ടവർക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പീനട്ടും കാഷ്യൂവും കൂടി ഫില്ല് ചെയ്ത് നന്നായിട്ട് അടച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് മെയിനാളെ. അതിനെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് ഈ പിസ്താഷ്യൂവും കുറച്ച് ബദാമൊക്കെ നമ്മുടെ ഈ ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ ഓൾറെഡി നട്ട്സിൻ്റെ ഒരു ഫില്ലിംഗ് ഉണ്ട്, മുകളിലും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ വേറൊരു വൈബല്ലേ. കിഡിലൻ ഐറ്റം ഉണ്ട്. എൻ്റെ മോനൊന്നും പറയാനില്ല. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഒരു ഫീല് പറയുകയാണെങ്കിൽ ഫ്രീസ് ചെയ്യണം കേട്ടോ. ഫ്രീസ് ചെയ്ത് എടുത്തിട്ട് എൻ്റെ ഫീല് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു സ്നിക്കേഴ്സൊക്കെ കഴിച്ചൊരു അതിൻ്റെയൊക്കെ ഒരു വകഭേദം തന്നെ കേട്ടോ. എക്സാക്ട്ലി ഞാൻ വെറുതെ പറയണമല്ല. കാരണം നമുക്ക് ഹെൽത്തിയസ്റ്റ് വേ ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്ലേറ്റ് നല്ല രീതിയിൽ ഷുഗർ ആഡഡ് ആണ്. ഇത് ഷുഗർ ഇല്ല. ഫ്ലവനോഡ്സും ആൻറ്റി ഓക്സിഡൻറ്റ്സൊക്കെ ധാരാളം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലതാണ്. ഡെയിലി ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം കേട്ടോ, അതിൽ കൂടുതലൊന്നും കഴിക്കരുത്. ഇതൊരു ഡേറ്റ്സിൻ്റെ ചെറിയൊരു ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് വരുന്നതും. അപ്പോൾ സേഫായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കിഡിലോസ്കി ഐറ്റമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.